ഹായ് ഹലോ എവരിബഡി. സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലാണ്. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ കിടക്കുന്നു. പിന്നെ ഞാൻ ഇന്നേക്ക് 8 ദിവസമായി ഇവിടെ കിടക്കുന്നു. അപ്പോൾ സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം മാധ്യമങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പം മാധ്യമങ്ങളുടെ അടുത്ത് ഇവിടെ 8 ദിവസമായിട്ട് ആരും വരുന്നില്ല. ഇപ്പം ചിരിച്ചങ്ങ് പോവും. അതിലും വലിയ മീഡിയ എൻ്റെ കയ്യിലുണ്ട്, ശ്രീലുമയിലായി. ഏതായാലും മാപ്രകളെ കൂടെ ഒന്നിനും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അവർക്ക് കൈക്കൂലി കൊടുത്ത് വാർത്ത കൊടുക്കാനും ഉദ്ദേശിക്കുന്നില്ല. പിന്നെ അവർ നന്നായിട്ട് ഡ്രസ്സ് ധരിച്ച് കുലസ്ത്രീകളായിട്ട് ജീവിക്കുന്നവരെ വാർത്തയെ കൊടുക്കും. സെലിബ്രിറ്റീസ് എന്ത് ചെയ്താലും അവർ കൊടുക്കും. ഒരു ഉളുപ്പില്ലാതെ അവരുടെ ഇടയിൽ തൊട്ടുരുമ്മി അവരുടെ ഇടയിൽ കയറി വാർത്ത കൊടുക്കാനൊക്കെ മാപ്രകൾ തയ്യാറാണ്. ഏഷ്യാനെറ്റ്, റിപ്പോർട്ടർ, മാതൃഭൂമി, പിന്നെ കുറേ മെയിൻ ചാനലിൽ നിന്ന് പറയപ്പെടുന്ന, അതിലും എത്രയോ വ്യൂസുള്ള യൂട്യൂബേഴ്സ് അവർ പറഞ്ഞു പോലും ആ സ്ത്രീൻ്റെ സ്വഭാവം ശരിയല്ല, അതുകൊണ്ടാണ് വാർത്ത കൊടുക്കാത്തതെന്ന്. ഏത് ചാനൽ മുതലാളിക്കാണെന്തോ ഞാൻ അവിടെ പോയി കൊടുത്തത്? ഏത് ചാനൽ മുതലാളിക്കാ? ഒരു ഉളുപ്പില്ലാതെ 8 ദിവസം ഇവിടെ കിടന്ന് എന്നെ നോക്കി ചിരിച്ചിട്ട് പറയാം നിങ്ങൾ ആൾ ശരിയില്ല എന്ന്. അതുകൊണ്ടാണ് വാർത്ത കൊടുക്കാത്ത. ഞങ്ങളെ മുതലാളി അങ്ങനെയാണ് പറഞ്ഞത് എന്ന്. റിപ്പോർട്ടറിൻ്റെ നമ്മളെ നാട്ടിലെ മുതലാളിനെയും മറ്റേ മുതലാളിനെയും ഈ മുതലാളിനെയും ഒക്കെ എനിക്കറിയുന്ന മുതലാളിമാരെല്ലാവരും, ഇവരൊക്കെ ആവശ്യം എന്താണെന്നും അറിയാം. ഇവർക്കെല്ലാം കൈക്കൂലി കൊടുത്തു കഴിഞ്ഞാൽ ഇവർ വാർത്ത കൊടുക്കും. കൈക്കൂലി കൊടുത്ത വാർത്ത വേണ്ട, ഇവരെ കൂടെ പോയ വാർത്തയും വേണ്ട. അതിലും വലിയ ചാനലാണ് എൻ്റെ സോഷ്യൽ മീഡിയ. അപ്പുറത്തും ഇപ്പുറത്തൊക്കെയുള്ള സമരത്തിനെക്കാട്ടും വളരെ പ്രാധാന്യമുള്ള സമരമായിട്ട് ആരെയോ മേലെന്നുള്ള നിർദ്ദേശപ്രകാരം ഇവർ പറയാം വാർത്ത കൊടുക്കരുത്, ആ സ്ത്രീ ശരിയല്ല, അവരുടെ സ്വഭാവം ശരിയല്ല, അവർക്ക് യൂട്യൂബ് ഉണ്ട്, അവർക്ക് എല്ലാവരും കൂടിയും പോവലാണ് അവരുടെ ജോലി. വാർത്ത കൊടുക്കല്ലേ? അവർ ശരീരമൊക്കെ കാണിച്ച് നഗ്നത കാണിച്ച് കുളിക്കുന്ന ആളാണ്. നഗ്നത എവിടെ കണ്ടാലും ഒരഞ്ഞു കയറുന്ന മാപ്രകളെ എക്സ്പ്ലനേഷനാണിത്. ഉളുപ്പ്. ആർക്ക് വേണം ഇവരെ വാർത്ത? ആർക്ക് വേണം? എനിക്ക് വേണ്ട. എനിക്ക് ഇവരെ വാർത്ത വേണ്ട. ഞാൻ ഇവരെ പുറകെ പോകാനും ഉദ്ദേശിക്കുന്നില്ല. ഇവർ നോക്കി ചിരിച്ചിട്ട് പോവുക ഊളകൾ. എനിക്കിവരൊരു വിഷയമേ അല്ല. എൻ്റെ ചാനൽ തന്നെ എനിക്ക് ധാരാളം ശല്യം മുന്നിൽ വണ്ടി കൊണ്ട് നിർത്തിയിട്ടിട്ടും അല്ലാതെ നോക്കിപ്പോന്ന കുറേ ശല്യങ്ങൾ. കൈക്കൂലിക്ക് വെളിച്ചപ്പാട് അടങ്ങുന്ന ടീം.